പഴയകാല ശോകനാശിനി സ്മരണകളായി വിറക്കി 60 കഴിഞ്ഞവർ. ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് 1969-71 പ്രീ ഡിഗ്രി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പുതിയ അനുഭവമായി. ഇന്നത്തെ +2 പകരമായാണ് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നത്. പിന്നീട് ബിരുദാനന്തര ബിരുദം നേടിയവരും കൂട്ടത്തിലുണ്ടായിരുന്നു. 74 വരെ പ്രീ ഡിഗ്രി ടു ഡിഗ്രി ആയിരുന്നു. അന്ന് ഞാൻ വെറും ഒരു ശരാശരിക്കാരിയായിരുന്നു. പിന്നീട് PG പഠിക്കാൻ വേറെ കോളേജിൽ പോയി. പിന്നെ 1980 അത് വീണ്ടും ഒരു 5 വർഷക്കാലം ഇവിടെ അധ്യാപികയായിട്ട് ജോലി നോക്കി. ഇവിടുത്തെ ക്ലാസ് മുറികളിലൊക്കെ ഒരു അധ്യാപക ഒരു റോള് കൂടി കിട്ടിയെന്നുള്ളത് സന്തോഷം പങ്കുവെക്കുന്നു. ശോകനാശിനി തീരത്തെ അക്കാലത്തെ തണലിടങ്ങളും അവിടെ കഴിച്ചുകൂട്ടിയ പ്രണയാർദ്രമായ ഓർമ്മകളും പങ്കുവച്ചത് വാർദ്ധക്യത്തിലെത്തുന്ന വിരസ ജീവിതത്തിന് പുതുചൈതന്യം പകരുന്നതായി. ഹോക്കി മോൾക്ക് അന്ന് വനിതാ ഹോക്കി ആദ്യമായിട്ട് ഉണ്ടായ കാലമാണ്. അപ്പോൾ ഹോക്കി ടീമിലുണ്ടായിരുന്നു. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കൊല്ലം, അവിടെയൊക്കെ ഞങ്ങൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസുമായിട്ട് ഹോക്കി കളിച്ചിട്ടുണ്ട്. പിന്നെ അത്ലറ്റിക് ക്യാപ്റ്റനായിരുന്നു. ഇപ്പോഴും കോമൺ റൂമിൽ എൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട്, അത്ലറ്റിക് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക്. ക്ലാസ്സിലെ സഹപാഠികളെ വിവാഹം കഴിച്ചവരും സംഗമത്തിനെത്തിയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് തുടങ്ങാൻ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2003 എൻ്റെ മകളുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആരെയും വിളിക്കാൻ പറ്റിയില്ല. കാരണം ആരെയും എവിടെയാണ് ഓരോരുത്തരും എന്നുള്ളത് അറിയില്ലായിരുന്നു. അതൊരു വലിയ മനപ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. നമ്മൾ പെട്ടെന്നായിരുന്നു കല്യാണം നിശ്ചയവും നടത്തലുമൊക്കെ പെട്ടെന്നായിരുന്നു. ഒരു 10-15 ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തേണ്ടി വന്നു. അപ്പോൾ ധാരാളം ആരെയും വിളിക്കാൻ പറ്റില്ല. 1-2 പേര് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അന്ന് മുതൽ നമ്മൾ ഓരോരുത്തരെയും കണ്ടുപിടിക്കാനുള്ള ശ്രമം. ഇന്നത്തെ പോലെ വാട്സാപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഓർക്കുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഓർക്കുഡ് വഴി അജയൻ്റെ മകനെ എന്നെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ അജയനെ കിട്ടി. പലരും ഉയർന്ന ഉദ്യോഗങ്ങളിലെത്തി. പറയാത്തതും പറഞ്ഞതുമായ പ്രണയം, അവ നിരസിച്ച ഓർമ്മകളും സംഗമത്തിൽ അംഗങ്ങൾ പരസ്പരം പങ്കുവച്ചു. ഞങ്ങൾ ശരിക്കും കോളേജ് വിട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിൽ ശരിക്കും റിയലൈസ് ചെയ്ത് വി ആർ ഗുഡ് ഫ്രണ്ട്സ്. അപ്പം നമുക്കത് തുടരാമെന്ന് നിശ്ചയിച്ചതാണ്. അങ്ങനെയാണ് ഈ 50 വർഷത്തിൽ ഇവിടെ എത്തിയത്. കല്യാണം എല്ലാവരും കൂടെ വീട്ടുകാർ നിശ്ചയിച്ചതാണ്. വീട്ടുകാർ നിശ്ചയിച്ചിട്ടേ കഴിക്കുള്ളൂ എന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടമാണ്, സമ്മതിച്ചാൽ കഴിക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. വീട്ടുകാരും ഞങ്ങൾക്ക് ജാതിയുടെ പ്രശ്നമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ സ്മൂത്തായിട്ട് ഭംഗിയായിട്ട് തന്നെ അതൊക്കെ നടന്നു. കൊച്ചു കൊച്ചു കൗമാരകാല വികൃതികളും അധ്യാപകരുടെ ചേഷ്ടാരീതികളും മറ്റും സംഭാഷണ വിഷയമായി. ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളെന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പകാലത്ത് ഉണ്ടാക്കിയ സുഹൃത്തുക്കളാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ യാത്രകളിൽ ഉദ്യോഗത്തിലായാലും ശരി പല ദിക്കിലുള്ളപ്പോൾ ഉണ്ടാവുന്നവരൊക്കെ അത്ര ഡീപ്പായിട്ടുള്ളതായിരിക്കില്ല. പലപ്പോഴും നമുക്ക് നമ്മുടെ ബാക്കിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫ്രണ്ട്ഷിപ്പും കൂടുതൽ കാര്യങ്ങൾ പറയാനും കൂടുതൽ സന്തോഷങ്ങളും കൂടുതൽ ഓർമ്മകളും ഉണ്ടാകുന്നത്. കെ അജയൻ, KC ശ്രീകുമാർ, N വിശ്വനാഥൻ, M അബ്ദുൾ മജീദ്, രമണി, ശ്രീദേവി, K രാമചന്ദ്രൻ തുടങ്ങിയവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. 121 പേരിൽ അവശേഷിക്കുന്ന 73 പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഞങ്ങളൊരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഈ 2 കുട്ടികളെ എല്ലാ വർഷവും ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുന്നത്, അതായത് കോളേജിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിർധനരോ അല്ലെങ്കിൽ അച്ഛനമ്മമാരില്ലാത്തതോ, അതായത് പഠിപ്പ് മുടങ്ങാൻ സാധ്യതയുള്ളവരായ കുട്ടികളെ സെലക്ട് ചെയ്ത് 2 കുട്ടികളെ 2021 മുതൽ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അത് 21-22 തുറന്നു, 22-23 തുറന്നു. ഓരോ വർഷവും ഈ 2 കുട്ടികളായിട്ട് എടുക്കുമ്പോൾ അറ്റ് എ ടൈം 6 കുട്ടികളെ ഞങ്ങൾ ഈ കലാലയത്തിൽ പഠിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അവർക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാനോ ഡ്രസ്സ് വാങ്ങിക്കാനോ ബാക്കിയുള്ളതായിട്ട് അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ഓമൽ സ്വകാര്യമെന്തെന്ന് അറിയുവാൻ നിങ്ങൾക്കും മോഹമില്ലേ? വരൂ വേഗം നടക്കൂ, നമ്മൾ ഒരുമിച്ചങ്ങെത്തിയിടാം കൂട്ടുകാരെ. UTV ന്യൂസ്, പാലക്കാട്.